തിരുവനന്തപുരം ആര്യങ്കോട് ടെക്സ്റ്റൈൽസ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മകയിരം ടെക്സ്റ്റൈൽസ് ഉടമ സജികുമാറിനെ 3 അംഗ സംഘമാണ് ആക്രമിച്ചത്. ഒരാളെ പോലീസ് പിടികൂടി. തോർത്തു വാങ്ങുന്നതിലെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ടെക്സ്റ്റൈൽ ഷോപ്പ് നടന്നതാണ്. വൈകുന്നേരം തോർത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തോർത്ത് വാങ്ങാൻ വരുമ്പോഴത്തേക്കും അവർ അസ്വാഭാവികമായിട്ടാണ് പെരുമാറിയതെന്നാണ് അറിഞ്ഞത്. അവരവിടെ അങ്ങനെ തോർത്ത് വാങ്ങാൻ ചെല്ലുന്നപ്പോഴത്തേക്കും മോശമായിട്ടൊക്കെ മോശമായി പെരുമാറിയപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എക്സ്പെർട്ടറിയാണ്, ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് തോർത്ത് തരാൻ ഇല്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് അവർ വർത്തമാനമൊക്കെ ഉണ്ടായി. വർത്തമാനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അവരപ്പോഴും ഇറങ്ങി പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 3 പേരായിട്ട് ഒരു ബൈക്കിൽ വന്നിട്ട് ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ശരിക്കും അതിഭീകരമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അളിയൻ അവിടെ ഉണ്ടായിരുന്നു, സജി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഓടി വരുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലും അടിച്ചിട്ട് കയ്യിൽ പൊട്ടലുണ്ട്. അപ്പോൾ ഇവിടെ നെയർ മെഡിസിറ്റി കൊണ്ടുവന്നിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ്. സലീം മാലിക് ചേരുന്നു വിശദാംശങ്ങളുമായി. സലീം, തോർത്തു വാങ്ങുന്നതിനെ ചൊല്ലി തർക്കം പിന്നീട് പോയി മടങ്ങി വന്ന ആസൂത്രിതമായ ഒരു ആക്രമണം നടത്തിയെന്ന് വേണം ഈ ഇപ്പോൾ വന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ആരാണ് പിടിയിലായിരിക്കുന്നത്? ഗോകുൽ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടന്ന അക്രമത്തിലാണ് അത് ഒരു തോർത്തിനെ ചൊല്ലിയുള്ള തർക്കം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ തോർത്ത് വാങ്ങാനായി ഒരാൾ എത്തുന്നു. അതിനുശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില തർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ സുഹൃത്തുക്കളുമായി എത്തി ഈ ടെക്സ്റ്റൈൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ജോജോ എന്നയാളാണ്. അയാളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. ജോജോയാണ് കടയിലെത്തി തോർത്ത് ചോദിച്ചത്. തോർത്ത് ചോദിച്ചിട്ട് നൽകാത്തതിനെ തുടർന്നാണ് സുഹൃത്തുക്കളുമായി എത്തി തിരികെ വന്ന് ഈ അക്രമം നടത്തിയത്. ഒപ്പം ഉണ്ടായിരുന്നത് പ്രദീൻ, അനൂപ് എന്നിവരാണ്. രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആര്യങ്കോട് പോലീസ് ഇവർക്കായും തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. മകയിരം ടെക്സ്റ്റൈൽസ് എന്ന പേരിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഇദ്ദേഹം ഈ ഭാഗത്ത് ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തുന്നത്. അതിനിടയിലായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജോജോ തോർത്തു വാങ്ങാനായി എത്തുന്നത്. പക്ഷേ ജോജോയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ, കടയുടമയും ജോജോയും തമ്മിൽ വാക്ക് തർക്കമായി. അതിനുശേഷം ജോജോ തിരികെ മടങ്ങിപ്പോയതിനു ശേഷമാണ് തിരികെ എത്തിയ ഗുരുതരമായ നിലവിൽ പരിക്കേറ്റ ഈ കട ഉടമ സജികുമാർ വിമുക്ത ഭടൻ കൂടിയാണ്. അയാളെ ഇപ്പോൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈക്കുൾപ്പെടെ പൊട്ടൽ ഏറ്റിട്ടുണ്ട്. ഗോകുൽ. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.